ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ഡിഗ്രി ലെവലിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബികോമിലെ ബാച്ചിലർ ഓഫ് കൊമേഴ്സിൽ ഡിഗ്രി ലെവലിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2018 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും 2018 ബികോമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, GSTയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ബികോമിലെ 2018 GSTയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ എ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. സെക്ഷൻ എയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓരോ ക്വസ്റ്റിനും 1 മാർക്കാണ് വെയിറ്റേജ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ എയിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ ബിയിൽ നോക്കുവാണെങ്കിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റിന് 2 മാർക്കാണ് സെക്ഷൻ ബിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ സിയിൽ നോക്കിയാൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റിന് 4 മാർക്കാണ് വെയിറ്റേജ്. ദെൻ സെക്ഷൻ ഡി ലോങ് എസ്സേ ആണ്. അവിടെ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 15 മാർക്സ്. ഔട്ട് ഓഫ് 80 നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. സോ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെക്ഷൻസും ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ എ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സെക്ഷൻ എയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓരോ ക്വസ്റ്റിനും 1 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ? ആദ്യം എന്താണ് GST കൗൺസിൽ എന്ന് നമുക്കൊന്ന് പറയാം. GST കൗൺസിൽ എന്ന് പറയുന്നത് നമുക്ക് പറയാം ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് നമുക്ക് GST കൗൺസിലിനെ വിളിക്കാം. അതായത് ഇന്ത്യയിൽ GSTയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുക്കുന്നത് GST കൗൺസിലാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ GSTയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ്സുകൾ ഡിസൈഡ് ചെയ്യുന്ന GST കൗൺസിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഏതൊക്കെ ഗുഡ്സ് ആണ് GSTയിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ സർവീസ് ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഡിസൈഡ് ചെയ്യുന്ന GST കൗൺസിലാണ്. ഏതെങ്കിലും സ്റ്റേറ്റിലെ സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കണമെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്ന GST കൗൺസിലാണ്. സോ GST കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് GSTയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ഡിസൈഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, GST കൗൺസിലിന്റെ ചെയർമാൻ ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിലിന്റെ ചെയർമാൻ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഹു ഇസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ എന്നുള്ളതായിരുന്നു. നമുക്ക് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ കറന്റ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് എന്നറിയാമെങ്കിൽ നമുക്ക് ആ പേരും കൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് എഴുതിയാൽ പോലും കറക്റ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആളുടെ പേരും കൂടെ അറിയാമെങ്കിൽ പേരും കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഡിഫൈൻ ദ ടേം അഗ്രിഗേറ്റ് ടേൺ ഓവർ അണ്ടർ GST ആക്ട്. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? GST ആക്ടിൽ അത് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. വിച്ച് മീൻസ് വി കാൺ റൈറ്റ് ഇറ്റ് ഇൻ അവർ ഓൺ വേർഡ്സ്. എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് പറ്റില്ല. ഇറ്റ്സ് ഓൾറെഡി ഡിഫൈൻഡ് ഇൻ GST ആക്ട്. അതെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ ദ ടേം അഗ്രിഗേറ്റ് ടേൺ ഓവർ അണ്ടർ GST ആക്ട്, വിച്ച് മീൻസ് നമ്മൾ ആ ഡെഫിനിഷൻ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ് എന്നുള്ള കാര്യം GST ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സോ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് നമുക്ക് നോക്കാം. The total value of all taxable supplies, exempt supplies, export of goods and or services and intrastate supplies of a person having the same PAN computed on the pan-India basis and excluding taxes. However, the value of inward supplies on which taxation is based on reverse charge mechanism shall not be admitted. Aggregate turnover എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പം വായിച്ചത്.
ഡിഫൈൻ ചെയ്യാനാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മെൻഷൻ ചെയ്തു, ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് അഗ്രിഗേറ്റ് ടേൺ ഓവർ GST ആക്ടിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ. സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണെന്നുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ മീനിലേക്ക് പോവാം. ഫസ്റ്റ് നോക്കുക, ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്. അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർമുലയായിട്ട് പറഞ്ഞാൽ വാല്യൂ ഓഫ് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞേ, ടാക്സബിൾ സപ്ലൈസ് ഉണ്ട്. വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്. നമ്മൾ ഈ ഡെഫിനിഷനിലുള്ള കാര്യം തന്നെ നമ്മളൊരു ഫോർമുലയായിട്ട് എഴുതുന്നു മാത്രം. ദെൻ എക്സംപ്റ്റ് സപ്ലൈസ്, എക്സംപ്റ്റ് സപ്ലൈസും ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതുകൂടെ മെൻഷൻ ചെയ്യാം, എക്സംപ്റ്റ് സപ്ലൈസ്. ദെൻ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ്. ഓക്കെ, എക്സ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് പ്ലസ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ്. ഇത്രയും കാര്യങ്ങൾ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻ നോക്കിയാൽ കാണാം, ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്, എക്സംപ്റ്റ് സപ്ലൈസ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ്. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഓഫ് എ പേഴ്സൺ ഹാവിംഗ് ദ സെയിം പാൻ. അത് നമുക്ക് ലാസ്റ്റ് കൺസിഡർ ചെയ്യാം. ദെൻ എക്സ്ക്ലൂഡിംഗ് ടാക്സസ്. എക്സ്ക്ലൂഡിംഗ് ടാക്സസ് എന്നാ പറഞ്ഞത്, വിച്ച് മീൻസ് ഇതിന്റെ അകത്ത് ടാക്സസ് ഇൻക്ലൂഡഡ് അല്ല. സോ മൈനസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് കുറയ്ക്കേണ്ടത്, ടാക്സസ് എക്സ്ക്ലൂഡഡ് ആണ് എന്ന് ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്ലൂഡിംഗ് ടാക്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് മീൻസ് അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ അകത്ത് ടാക്സസ് ഇൻക്ലൂഡഡ് അല്ല. ഇനി എന്തൊക്കെ ഇൻക്ലൂഡഡ് അല്ല, ഹൗ എവർ ദ വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈസ്, ഇൻവേർഡ് സപ്ലൈസ് ഇൻക്ലൂഡഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സേഷൻ ഇസ് ബേസ്ഡ് ഓൺ reverse charge mechanism shall not be admitted. So അതുകൂടെ നമുക്ക് മെൻഷൻ ചെയ്യാം, വാല്യൂ ഓഫ് സപ്ലൈസ് ഹാവിംഗ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻവേർഡ് സപ്ലൈ എന്താന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു ഫോർമുലയാക്കി നമ്മൾ എഴുതിയിരിക്കുന്ന ക്ലിയർ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ മീനിങ് കുറച്ചുകൂടെ ക്ലിയർ ആകും. എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡഡ് ആണ്, എക്സംപ്റ്റ് സപ്ലൈസ് ഇൻക്ലൂഡഡ് ആണ്, എക്സ്പോർട്ട് ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ ടാക്സസ് ഇൻക്ലൂഡഡ് അല്ല, ഇൻവേർഡ് സപ്ലൈ ഇൻക്ലൂഡഡ് അല്ല, അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ഉള്ള സപ്ലൈസും ഇൻക്ലൂഡഡ് അല്ല. ഈ മൂന്ന് കാര്യങ്ങളും എന്താ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻക്ലൂഡഡ് അല്ല. ഇതിനാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ നമ്മൾ ലാസ്റ്റ് മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആകുന്നത്, ഓഫ് എ പേഴ്സൺ ഹാവിംഗ് ദ സെയിം പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. സോ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓർക്കേണ്ട കാര്യം, നമ്മളോട് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ അതുപോലെ തന്നെയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓൺ വേർഡ്സിൽ മീനിങ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ ദ ടേം അഗ്രിഗേറ്റ് ടേൺ ഓവർ അണ്ടർ GST ആക്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടാക്സബിൾ ഇവന്റ് അണ്ടർ GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ റെഗുലർ ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. GSTയിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ. ടാക്സബിൾ ഇവന്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് GSTയിൽ ടാക്സ് പേ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്, ആ ഇവന്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്, ടാക്സ് എപ്പോഴാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. നോർമലി നമുക്കറിയാം ടാക്സ് എപ്പോഴാണ് ചെയ്യുന്നത്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ റിസീവ് ചെയ്യും, അല്ലെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സെയിൽ ചെയ്യുമ്പോഴാണല്ലോ, സപ്ലൈ നടക്കുമ്പോഴാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കടയിൽ പോയി സാധനം മേടിക്കുന്നു, കടക്കാരൻ നമുക്ക് സാധനം തരുന്നുണ്ട്, സെയിൽ നടക്കുന്നുണ്ട്, സപ്ലൈ നടക്കുന്നുണ്ട്. സപ്ലൈ നടക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യുന്നത്. സോ ടാക്സബിൾ ഇവന്റ് അണ്ടർ GST എന്ന് പറഞ്ഞാൽ സപ്ലൈ ആണ് GSTയിൽ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷെ ഇത് റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ മറന്നു പോകാതിരിക്കുക, GSTയിൽ ടാക്സബിൾ ഇവന്റ്, ടാക്സ് എപ്പോഴാണ് പേ ചെയ്യേണ്ടി വരുന്നത്, വിച്ച് മീൻസ് സപ്ലൈ അല്ലെങ്കിൽ സെയിൽ എന്ന് മെൻഷൻ ചെയ്യാം. സപ്ലൈ എന്ന് മെൻഷൻ ചെയ്യുന്നതാണ് നമുക്കൊരു കറക്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
Write any 2 causes for cancellation of registration certificate by the proper officer. Cancellation of registration എന്താണെന്നുള്ള നമ്മൾ ഓൾറെഡി ഇതിനു മുൻപ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാൻസലേഷൻ 3 രീതിയിലാണ് ആപ്ലിക്കബിൾ ആകുന്നത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർ ഓഫീസർ എപ്പോഴാണ് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്? അതിന്റെ 2 കോസസ് ആണ്, 2 റീസൺസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഓഫീസർ ക്യാൻസൽ ചെയ്യുന്നത്? ഏതെങ്കിലും 2 റീസൺസ് മെൻഷൻ ചെയ്യുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ എപ്പോഴൊക്കെയാണ് ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ, composition registered person has not filed any tax return for 3 consecutive quarters. ഒരു കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ അടുപ്പിച്ച് 3 ക്വാർട്ടർ ആയിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം നടത്തുന്നവരെയാണ് നമ്മൾ കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ആൾ ഏത് സ്റ്റേറ്റിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിൽ മാത്രമേ ഉള്ള ട്രാൻസാക്ഷൻസ് നടത്തുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് മാത്രം നടത്തുന്നവരാണ് കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ. അങ്ങനെയുള്ള ഒരാൾ അടുപ്പിച്ച് 3 ക്വാർട്ടർ ആയിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓഫീസർക്ക് അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. സെക്കൻഡ് റീസൺ, normal registered person who has not filed any tax return consecutively for 6 months. Normal registered person എന്ന് പറഞ്ഞാൽ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്തും, ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടത്തും. അതായത് ആൾ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിലും ട്രാൻസാക്ഷൻസ് നടത്തും. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലും ട്രാൻസാക്ഷൻസ് നടത്തുന്നവരെയാണ് നമ്മൾ നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇൻട്രാസ്റ്റേറ്റും ഉണ്ട്, ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും നടത്തുന്നവരാണ് നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ. അങ്ങനെയുള്ള ഒരാള് അടുപ്പിച്ച് 6 മാസമായിട്ടും ടാക്സ് റിട്ടേൺ ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫീസർക്ക് അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. മൂന്നാമത്തെ റീസൺ, എ വോളണ്ടറിലി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് നോട്ട് കമൻസ്ഡ് എനി ബിസിനസ് ഇൻ ദ 6 months ഫ്രം ദ രജിസ്ട്രേഷൻ ഡേറ്റ്. അതായത് GST-യിൽ വോളണ്ടറി ആയിട്ട് ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സ്വമേധയാ GST-യിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരാള് രജിസ്റ്റർ ചെയ്ത് 6 മാസമായിട്ടും ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫീസർക്ക് അയാൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഫോർത്ത് റീസൺ, രജിസ്ട്രേഷൻ ഏതെങ്കിലും ഫ്രോഡ് മെത്തേഡിൽ കൂടിയാണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫീസർക്ക് അയാൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഈ 4 റീസൺസ് കൊണ്ട് ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 റീസൺസ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 റീസൺസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് HSN കോഡ്? HSN കോഡ് എന്താന്നുള്ളതിന് മുൻപ് നമ്മളൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. HSN കോഡ് എന്താന്നുള്ളത് നമുക്കിവിടെ എന്താണ് HSN കോഡ്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ടത് HSN എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. അതായത് അതിന്റെ HSN ഫുൾ ഫോം ആണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. HSN സ്റ്റാൻഡ്സ് ഫോർ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. HSN ഫുൾ ഫോം ആണ് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇനി എന്താണ് HSN എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് മെൻഷൻ ചെയ്യേണ്ടത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ ഗുഡ്സുകളെ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോഡാണ് HSN കോഡ്. സർവീസിനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അവന് SAC കോഡ് എന്ന് പറയും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് HSN കോഡ് എന്നാണ്. സോ നമ്മൾ ആദ്യം HSN ഫുൾ ഫോം മെൻഷൻ ചെയ്യുക. HSN സ്റ്റാൻഡ്സ് ഫോർ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ഇനി HSN കോഡ് എന്ന് പറഞ്ഞാൽ GST-യിൽ ഗുഡ്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള കോഡാണ് HSN. ഇനി സർവീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന കോഡാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ SAC കോഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സർവീസസ് അക്കൗണ്ടിംഗ് കോഡ് എന്നാണ് SAC കോഡിന്റെ ഫുൾ ഫോം. സോ HSN-ഉം SAC-യും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ടൈം ഓഫ് സപ്ലൈ അണ്ടർ GST? GST-യിൽ ടൈം ഓഫ് സപ്ലൈയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ടൈം ഓഫ് സപ്ലൈ നമുക്ക് TOS എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞായിരുന്നു GST-യിലെ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് എന്താ? സപ്ലൈ ആണ്. സപ്ലൈ നടന്നെങ്കിൽ മാത്രമേ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടി വരുള്ളൂ. 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു GST-യിൽ
ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് സപ്ലൈ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ടൈം ഓഫ് സപ്ലൈയുടെ റെലവൻസ് എന്താണ്? എപ്പോഴാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്? അപ്പൊ സപ്ലൈ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ടാക്സ് പേ ചെയ്യുള്ളൂ. സോ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈ നടന്നു കഴിഞ്ഞ് ഈ ടാക്സ് നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത് എപ്പോഴാണ്? വെൻ ദ ലൈബിലിറ്റി ടു പേ ടാക്സ് വുഡ് അറൈസ്. എപ്പോഴാണ് ഈ ടാക്സിന്റെ എമൗണ്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടൈം ഓഫ് സപ്ലൈയുടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ടൈം ഓഫ് സപ്ലൈ പോയിന്റ് ഓഫ് ടാക്സേഷൻ എന്നും മെൻഷൻ ചെയ്യാറുണ്ട്. സോ നമ്മൾ ഓർക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് മാത്രമല്ല, നമുക്ക് ഒന്നെങ്കിൽ വാട്ട് ഈസ് ദ റെലവന്റ് ഓഫ് പോയിന്റ് ഓഫ് ടാക്സേഷൻ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അതായത് സപ്ലൈ നടന്നു കഴിഞ്ഞ് ഗവൺമെന്റിലേക്ക് GSTയുടെ ടാക്സ് എമൗണ്ട് എപ്പോഴാണ് പേ ചെയ്യേണ്ടത്? വെൻ ദ ലൈബിലിറ്റി ടു പേ ടാക്സ് വുഡ് അറൈസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോയിന്റ് ഓഫ് ടാക്സേഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ആർ ഇമ്പോർട്ട്സ് ടാക്സ്ഡ് അണ്ടർ GST ലോ? GSTയിലെ ഇമ്പോർട്ട്സുകളെ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. Imports are treated as interstate supply under GST. അതായത് GSTയില് ഇമ്പോർട്ടുകളെ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ? ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ and the location of the buyer are in two different states. അതായത് ബയറിന്റെ ലൊക്കേഷനും സെല്ലറിന്റെ ലൊക്കേഷനും രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലാണെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. GSTയില് ഇമ്പോർട്ടുകളെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയിൽ ബയറിന്റെ കയ്യിൽ നിന്ന് സപ്ലയർ IGST ആണ് കളക്ട് ചെയ്യേണ്ടത്. IGST സ്റ്റാൻഡ്സ് ഫോർ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ്. സോ ഇമ്പോർട്ട്സിന്റെ കേസിലും IGST ആണ് കളക്ട് ചെയ്യേണ്ടത്. ഇമ്പോർട്ട്സ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ? നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ടാക്സബിൾ ഇവന്റ് എന്ന ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു GSTയിൽ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടാക്സബിൾ ഇവന്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ GSTയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്നുള്ളത്. റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷന്റെ മീനിങ് എന്താണെന്നുള്ളത്. എന്താണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് നോക്കാം. കാസ്കേഡിംഗ് ഇഫക്റ്റ് ആർ ഓൾസോ നോൺ ആസ് ടാക്സ് ഓൺ ടാക്സ്. അതായത് കാസ്കേഡിംഗ് ഇഫക്റ്റിനെ ടാക്സ് ഓൺ ടാക്സ് എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ടാക്സേഷൻ എന്നും പറയാം. ഈ മൂന്ന് പേരിലും അറിയപ്പെടാറുണ്ട്. ഒന്നെങ്കിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക, അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ. ഈ മൂന്ന് രീതിയിലും അറിയപ്പെടാറുണ്ട്. ഇനി എന്താണ് ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? വെൻ ഗുഡ്സ് ആർ ടാക്സ്ഡ് ഓൺ എവറി സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ, അതിനാണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു സപ്ലൈ ചെയിൻ ആണെന്ന് വിചാരിക്കാം. സപ്ലൈ ചെയിൻ അത് ആദ്യം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും. ഓക്കെ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, ഇവിടെ ഇടയ്ക്ക് മാനുഫാക്ചറിങ് പ്രോസസ് എല്ലാം ഇവിടെ നടക്കുന്നു. ദെൻ ഫൈനലി കൺസ്യൂമർ അത് പർച്ചേസ് ചെയ്യും. ആ പ്രോഡക്റ്റ് കൺസ്യൂമർ പർച്ചേസ് ചെയ്യും. സപ്ലൈ ചെയിനിൽ പല പല അഡീഷൻസും കാണും. സോ നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ടാക്സ് പേ ചെയ്യും. ഇനി റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് മാനുഫാക്ചറിങ് പ്രോസസ് എല്ലാം കഴിഞ്ഞു, അത് സപ്ലയർക്ക് കൊടുക്കുന്നത്, നമ്മൾ സപ്ലയർക്ക് ഈ പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ സപ്ലയർ ഒരു ടാക്സ് പേ ചെയ്യും. ഇനി സപ്ലയറിന്റെ കയ്യിൽ നിന്നായിരിക്കുമല്ലോ ബയർ ഈ പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്നത്. അവിടെ ബയർ വീണ്ടും ടാക്സ് പേ ചെയ്യും. അതായത് ഓൾറെഡി റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ആ ടാക്സിന്റെ പുറത്ത് വീണ്ടും സപ്ലയർ ഒന്നും കൂടെ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. സപ്ലയറും ടാക്സ് പേ ചെയ്തു, അതിന്റെ പുറത്ത് വീണ്ടും ബയർ ഒന്നും കൂടെ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഒരിക്കൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, അതിന്റെ പുറത്താണ് നമ്മൾ വീണ്ടും ടാക്സ് പേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷന്റെ എല്ലാ സ്റ്റേജിലും നമ്മൾ ടാക്സ് പേ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ കാസ്കേഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. GST ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്തത് തന്നെ. സോ കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് when goods are taxed on
every stage of production, also known as double taxation or tax on tax. Clear ആയെന്ന് വിചാരിക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Ninth question, what is GSTN? എന്താണ് GSTN എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നോക്കാം, what is GSTN? GSTN is a non-profit, non-government organization which manages the entire IT system of the GST portal. ആദ്യം GSTN ന്റെ ഫുൾ ഫോം പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് എന്നുള്ളതാണ് GSTN ന്റെ ഫുൾ ഫോം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്. അതായത് GSTയുടെ IT സിസ്റ്റം മാനേജ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് അല്ലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് എന്ത് GSTN എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി an interface between the taxpayers and the government. അതായത് നമുക്ക് GSTയിൽ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് പേയ്മെന്റുകൾ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലൊക്കെ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ IT സിസ്റ്റം എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് GSTN എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ ടാക്സ് പേയേഴ്സ് ആൻഡ് ദ ഗവൺമെന്റ്. നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്ട്രേഷൻ നടത്തണമെങ്കിലോ ടാക്സ് പേയ്മെന്റ് നടത്തണമെങ്കിലോ എല്ലാം അത് ഓൺലൈൻ വഴിയാണ്. സോ ആ എൻറ്റയർ സിസ്റ്റം, എൻറ്റയർ IT സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് GSTN അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സെക്ഷൻ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ട് ഇൻ കേസ് ഓഫ് റിവിഷൻ ഓഫ് പ്രൈസസ്? ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എന്താണെന്നുള്ളതിന് മുൻപ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൈസ് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് എത്ര നാളുകൾക്കുള്ളിൽ ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യണം? ആൻസർ 30 days ആണ്. 30 daysനുള്ളിലാണ് നമ്മൾ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. എപ്പോഴാ? പ്രൈസ് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് 30 daysനുള്ളിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കണം. എന്താണ് ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ 2018 GSTയുടെ സെക്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സെക്ഷൻ എ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. സെക്ഷൻ ബിയുമായിട്ട്, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷൻ ബിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.